+2 കഴിഞ്ഞവർക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന ലാഘവത്തോടുകൂടി സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിൽ ജോയിൻ ചെയ്യൂ. കരിയർ സുരക്ഷിതമാക്കൂ. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, JRJ കോംപ്ലക്സ്, മെയിൻ റോഡ്, ഒറ്റപ്പാലം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7510147888. നമസ്കാരം, ഫോക്സ് വ്യൂ ന്യൂസിലേക്ക് സ്വാഗതം. ഏളാട് ചെക്ക് ഡാം ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ. വേനലവധിയും കവിഞ്ഞു ചാടുന്ന വെള്ളത്തിൻ്റെ കാഴ്ചയും ചൂടുള്ള കാലാവസ്ഥയും കാരണം ഇപ്പോൾ എല്ലാ ദിവസവും ഏളാട് ചെക്ക് ഡാമിൽ സന്ദർശകർ ഏറിവരുന്നു. അത്യധികം ഭീതിജനകമായ കാഴ്ചയാണ് വൈകുന്നേര സമയത്തുള്ളത്. 8-10 വയസ്സുള്ളവരും അതിനു മുകളിലുള്ള ചെറുപ്പക്കാരും സംഘങ്ങളും അല്ലാതെയും വന്ന് വെള്ളത്തിലിറങ്ങുന്നു. നീന്തൽ അറിഞ്ഞില്ലെങ്കിലും കൂട്ടുകാർക്കിടയിൽ സാഹസികത കാണിക്കാനായി ചാടുന്നവർ, ഷർട്ടും പാൻറ്റും ധരിച്ച് ഇറങ്ങുന്നവർ, 50 മീറ്ററിലധികം ദൂരമുള്ള പാറയിലേക്ക് നീന്തുന്നു. നോക്കാനോ നിരീക്ഷിക്കാനോ ആരുമില്ല. നിരവധി ആളുകളുള്ളതിനാൽ കൂട്ടത്തിലുള്ളവർക്ക് പോലും മറ്റുള്ളവരെ കാണാൻ സാധിക്കാത്ത സാഹചര്യം. ക്ഷീണിച്ചു നിന്നാൽ പോകുന്നത് 10-15 അടി താഴ്ചയിലേക്ക്. വീട്ടുകാർ അറിഞ്ഞു വരുന്നവർ കുറവാണെന്നാണ് കരുതുന്നത്. അടുത്ത ദിവസമാണ് നീന്തലറിയുന്ന 19കാരൻ ഇവിടെ മുങ്ങി മരിച്ചത്. ഇതിനു മുൻപും സമീപകാലത്തായി 10-ലധികം പേർ മുങ്ങി മരിച്ചിട്ടുണ്ട്. അപായകരമായ സ്ഥലത്തെ ലാഘവത്തോടെയാണ് ഈ കുട്ടികൾ കാണുന്നത്. നാട്ടുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. പലപ്പോഴും ഉപദേശിക്കുന്നവരോട് തട്ടിക്കയറുന്നവർ വരെ ഉണ്ടായിട്ടുണ്ട്. അതിനും പുറമെ സ്ത്രീകളടങ്ങുന്ന നിരവധി ആളുകൾ വാഹനങ്ങളിലെത്തുന്നു. പ്ലാസ്റ്റിക് കവറുകൾ, പാമ്പേഴ്സ്, മറ്റു വേസ്റ്റുകൾ പുഴയിൽ ഉപേക്ഷിക്കുന്നു. 100 മീറ്റർ താഴെയാണ് ശുദ്ധജലത്തിൻ്റെ മോട്ടോർ പ്രവർത്തിക്കുന്നത്. അധികാരികളും സന്നദ്ധ സംഘടനകളും കാര്യമായി ഇടപെട്ടില്ലെങ്കിൽ ഒരു നാടിൻ്റെ ദുരന്തത്തിന് ഏറെക്കാലം വേണ്ടിവരില്ല. നാട്ടുകാർ സുരക്ഷയ്ക്കായി ചില പ്രധാന ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് സെക്യൂരിറ്റിയെ നിയമിക്കുക, വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് ലൈഫ് ജാക്കറ്റ് നൽകുക, മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുക, സോളാറിൽ പ്രവർത്തിക്കുന്ന ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുക, ബാരിക്കേഡുകൾ നിർമ്മിക്കുക, നിയമലംഘനം നടത്തുന്നവരെ പിടികൂടുക, സന്ദർശനത്തിൻ്റെ പേരിൽ നടത്തുന്ന ലഹരി അനാശാസ്യങ്ങൾ നിർത്തൽ ചെയ്യുക, മാലിന്യ നിക്ഷേപം കർശനമായി വിലക്കുക. അധികാരികളുടെ കർമ്മപദ്ധതിക്ക് നാട്ടുകാരുടെ പൂർണ്ണ സഹകരണമുണ്ടാകുമെന്ന് അവർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്സ് വ്യൂ.